തൃശ്ശൂർ പാർക്കിൽ എത്തി 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല മഴ. അപ്പോൾ അതേ കയറിയിരിക്കുകയാണ് ആ ഗേറ്റിൻ്റെ അവിടെ. കണ്ടില്ലേ മഴ അതേ മാറിയുണ്ട്. മഴ മാറി. വീഴണ്ടാട്ടാ, വീഴണ്ട. ഇറക്കി വയ്ക്കുന്ന ഗായ്സ്. ആൻഡ്രോസ് പോയി. ആൻഡ്രോസിന് ഇറക്കുന്ന ഗായ്സ്. ഇനി കളിക്കാണ് ഗായ്സ്. ഇനി കളി തുടങ്ങാൻ പോവാ. മെല്ലേനട്ടാ വഴുക്കും. മഴ തുറന്ന് എല്ലാവരും കളിക്കാൻ പോയി തുടങ്ങി ഗായ്സ്. മഴയത്ത് കുറെ പേരൊക്കെ വീട്ടിൽ പോയി. എവിടെ നമ്മുടെ പിള്ളേരോടെ? പിള്ളേര് അവിടെ ചാറ്റ പറഞ്ഞു നിൽക്കുന്നുണ്ട്. എവിടെ കാണാനില്ല. ഒരാളോടെ ഒരാൾ മുകളില്, ഒരാളവിടെ. ഒരാളെ അവിടെ പോണ്ട്. ഒരുപാട് കളി ഉപകരണങ്ങളുള്ള കാരണം ഒരു ലോങ് വ്യൂവിലിരുന്നിട്ട് ഓരോ കളികളൊക്കെ നോക്കിയിരിക്കണം ഗൈസ്. അതെ അവർക്ക് ഓടി വരുന്നുണ്ട് ഗൈസ്. ഈ കളി ഉപകരണം മറ്റേതപ്പുറത്തില്ലേ? അവിടെ ഉണ്ട് രണ്ടാളുണ്ട് ഗായ്സ്. മതി നിർത്തിയതോ നാലും തിന്നങ്ങട് ചത്തുപോകുന്നില്ല. തിന്നടങ്ങട് വേണ്ടെങ്കിൽ തിന്നണ്ടാ. വിറ്റാമിൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് എന്തായാലും പറയാണ്ട ഗായ്സ്. പറയാണ്ട് എന്താ കാര്യം പറ. പപ്പന്റെ മൂടോ? പപ്പ ഇതിനെക്കാട്ടും വലിയ തെറ്റ് ചെയ്തു. നിന്നെ പാർട്ടിക്ക് കൊടുന്നു. അതാ ഏറ്റവും വലിയ തെറ്റ്. അതുകൊണ്ടാണല്ലോ മൂട്ടിൽ തെളിയത്. പാപ്പുണ്ടോ? നീ അടുത്ത പ്രാവശ്യം പറയാം. അപ്പം കാണിച്ചു തരാം. അർണോസിന് മൂഡ് തന്നെ കാരണം അർണോസിന് ഇൻട്രസ്റ്റ് ഇല്ല ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ആൾ വരും. അതില് വെള്ളം ഉണ്ടാവില്ല. അതിൽ വെള്ളം ഉണ്ടാവില്ല, ചെളി മാത്രമേ. ഹാപ്പി ആയില്ല അർണോസ്? അർണോസ് ആകെ ഡിസ്റ്റർബ്ഡ് ആണ് ഗൈസ്. വെള്ളവും ചെളിയായിട്ട് ആകെ നിരാശയിലാണ്. ഒരു സൈഡിൽ കയറും, നനഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. മൂട് നനഞ്ഞ കുഴപ്പമുണ്ടോ ചോദിക്കും ഗൈസ്. എന്നിട്ട് പോയിട്ട് അടുത്ത സൈഡിൽ കയറും, വീണ്ടും വരും. അർണോസ് പിന്നെ വന്തം കണ്ട പോയി പോലെ അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. കയറണം വേണ്ടയോ നോക്കി. അത് കയറിയിട്ട് പറ്റണ്ട ഇറങ്ങിയത്. മഴ പെയ്തതോടുകൂടി കുട്ടികളുടെ കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു ഗൈസ്. ഇനി അടുത്ത പേരെ ഒരു നടിയെടുക്കാം. പ്രാവുകളൊക്കെ കുത്തി തിന്നാണ് ഗൈസ്. ആൾക്കാരെ കഴിഞ്ഞ് പോയി കപ്പലണ്ടിയും ധാന്യങ്ങളൊക്കെ. അർണസ് വീണ്ടും എത്തി ഗൈസ്. അവരെ പറപ്പിക്കണ്ടാടാ. അവരങ്ങനെ പറപ്പിക്കുന്നു വേണ്ട. അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിനക്ക് അപ്പോൾ നിൻ്റെ ഉണ്ണി കയറിയോളും. ആകുമ്പോൾ ഇത്ര കയറി കയറിയില്ലോ. നീ വട്ടം ചുറ്റിക്കുക, അതെല്ലാം ചെയ്യാൻ പറ്റില്ല. ഇതെന്നിട്ടത് പ്രാസല് തൂക്കം നോക്ക്. അവള് താഴുന്നില്ല. താഴ്ത്തറ. ഞവള് പോക്കട്ടെ. തന്നെ വരുന്നുണ്ട്. പിടിച്ചിരുന്നോട്ടെ ഡ്രസ്സേ, അല്ലെങ്കിൽ നീ തെറിക്കും. പതുക്കാക്ക് തെറിച്ചു കഴിഞ്ഞാൽ രണ്ടാളുടെ മോന്ത പോയിട്ട് ഇടിക്കും. പിടിച്ചിരുന്നോട്ടാ. വന്നിട്ടങ്ങടെ ഒരു തൊണ്ടുപൊടിയും. ഗൈസ് കാല് മുട്ടിയാൻ റോസിൻ്റെ. പോട്ടെ പോട്ടെ അങ്ങോട്ട് പോട്ടെ. തന്നെ എങ്ങനെയാ ആക്കുക?
പഠിച്ചു ഗൈസ്, പഠിച്ചു. ആ അതപ്പോൾ നമ്മൾ ഇത്ര നേരം കണ്ടോണ്ടിരുന്ന ഗൈസ് പഠിച്ചത്. ഓ അവളുടെ തൂക്കം നോക്കിയതാ. എന്നിട്ട് ആരാ കൂടുതല്? ആ കണ്ടു. സീസ കളി ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഗൈസ്, ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വേറൊരു കോമഡി കാണിച്ചു തരാം. ഈ മരം കണ്ടോ ഗൈസ്? കാറ്റാടി മരം. ഇതിൻ്റെ പേര് കണ്ടോ ഗൈസ്? ബീഫ് ഫുഡ് ട്രൈ. അത് വിചാരിച്ചിട്ട് എടുത്ത് കടിച്ചു ഗൈസ്. ബീഫിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ല ഗൈസ്. നിൽക്കണ കണ്ടില്ലേ? നീ കടിച്ചില്ലേ? എന്നിട്ട് നിൽക്കണ കണ്ടില്ലേ ഗൈസ്? ബീഫിൻ്റെ ടേസ്റ്റ് ഇല്ലാന്നാണ് പറയണത് ഗൈസ്. ബീഫ് ഫുഡ് ട്രീ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പേര് കാണുന്നത് ഗൈസ്. വെറൈറ്റി ആധാരം കാണിച്ചതാണ്. പാർക്കിൻ്റെ ഓവറോൾ വ്യൂ കാണിക്കാം പോരാ. മീനുണ്ട്, വലിയൊരു രസമാണത്. എൻ്റെ ചെറുപ്പത്തിൽ നടന്നതാണ്. ഇതുവരെ ഇതിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല. പുതിയ കുറേ കളിപ്പാട്ടങ്ങൾ വന്നുണ്ട്. ഇതൊക്കെ പുതിയതാ. പുതിയ മേച്ചിൽ പുറങ്ങൾ തേടി പോവാണ് പിള്ളേർ. പിന്നെ പിള്ളേർക്ക് ഈ വഴിയൊന്നും പഠിപ്പിച്ച് കൊടുക്കണ്ട, ഒക്കെ കറക്റ്റായിട്ട് അറിയാം. ഊഞ്ഞാല് തപ്പി ഇറങ്ങിയതാ തോന്നുന്നു. ആ കിട്ടി ഊഞ്ഞാല് കിട്ടിയിട്ടുണ്ട്. അതെ ഒരാളിവിടെ ഒരാൾക്ക് ഊഞ്ഞാല് കണ്ടെത്തിയിട്ടുണ്ട്. അതിലിരിക്കാനുള്ള സ്ഥലമില്ലടാ. കാറ്റ് വീശി ശരിക്കും മഴ വീണ പോലെ. മഴയാണനി? മഴയാ? കേറിക്കടാ. ഇതെന്ത് സാധനം സേ? ഇതാണോ മേരി ഗോ റൗണ്ടാ? ആ ഇതെന്തുവാ? ഇതിന്റെ ഒരു സീറ്റ് പോയി ഗൈസ്. ആ വല്ലാണ്ട് ആടണ്ട, ചേട്ടന് സീറ്റില്ല. ചേട്ടന്റെ മൂട് വേനെടുക്കും. കണ്ട സീറ്റ് പോയിട്ട് കമ്പിയും ഇരുന്ന് കഷ്ടപ്പെട്ട് ആടുന്നു. ആടാന അതെ രണ്ടാനീണ്ട ആദ്യം അപ്പുറത്തുണ്ടാന വെറുതെ എല്ലാം പറഞ്ഞ ഇതോട് രണ്ടാനല്ലേ? രണ്ടാന. ചേട്ടാ ഇത് എങ്ങോട്ടുള്ള വഴി? ഇത് എങ്ങോട്ടുള്ള വഴിയാ? ഇവിടെ ഇങ്ങനെ ഒരു വഴിയുണ്ടോ? ഇത് ഏതമ്പല? വടക്കുന്നാഥന്റെ സൈഡാണോ ഇത്? അല്ല റൗണ്ടിലെ ഏതമ്പലല്ല, ഇവിടെ വടക്കുന്നാഥൻ പടിഞ്ഞാറക്കോട്ടേക്ക്. പടിഞ്ഞാറക്കോട്ട ആന ആടുണ്ട്. ആന എന്താ അവിടെ നിക്കണേ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ അത് ഇവിടുത്തെ ആനയാണോന്ന് എനിക്കറിയില്ല. ഇതിവിടെ നോക്കിയാൽ വടക്കുന്നാഥ ക്ഷേത്രം കാണാം. അതാണ് വടക്കുന്നാഥ ക്ഷേത്രം. എൻ്റെ തൊട്ടപ്പുറത്താണ് പാർക്ക്. ആ വഴിയൊക്കെ എക്സിബിഷന് പോയിന്നുണ്ടെന്നാണ് പറയണ ചേട്ടൻ. നമുക്കറിയത്തില്ല, ഓർമ്മയില്ല.
ഇവിടെ നല്ല ചീവീടിൻ്റെ കരച്ചിലുണ്ട്, ശരിക്കും ഇരട്ടത്ത് കേൾക്കണം പോലെ. പ്രത്യേക വൈബാട്ടോ ഇവിടെ. എത്രത്തോണ്ട വർഷമായി അതൊരു മരങ്ങും. ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. 3-4 ആളാൻ കിട്ടിയതല്ലേ. ഇനി തെറിച്ചു പോവും വല്ലാണ്ട് സ്പീഡിലാട്ടിയാ. പിടിച്ചിരുന്നോളാട്ടാ. ഡ്രസ്സായി ടണ്ടടേ. ആ ബാഗ് ഇങ്ങോട്ട് കാട്ടിക്കാട്ടാ. ബാഗ് കാട്ടിക്കാട്ടാ. ആന അമ്പലത്തിൽ താനെ ആന. മതിയായ പോവാ, വീട്ടിൽ പോവാ. പറയണ്ടതെന്നപ്പോൾ ഫോൺ എൻ്റെ കയ്യിൽ തന്നിക്കാണ് കഴിച്ച്. കിളികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി വെച്ച് കാണുന്നുണ്ട്. അത് കാണിക്കാൻ പറഞ്ഞപ്പോൾ ആൾ ഫോൺ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ വന്നു. ആ കിളികൾക്കുള്ള വെള്ളം തന്നെയായിരിക്കും കഴിച്ച്. വെള്ളം വേനൽക്കാലത്ത് കിളികൾക്ക് കുടിക്കാനായിരിക്കും. ഊഞ്ഞാല് വന്ന ഊഞ്ഞാല്, സീസോ വന്ന സീസോ. ഇതാണ് ഇവരുടെ പരിപാടി കൈസ്. മണിക്കൂറോളാണ് ഇരുന്ന് ആടനെ കൈസ്. ഇനി ഒരു ഡോൾഫിനോടെ ഉണ്ട്. ഡോൾഫിനും ഉണ്ട്, ഒരു കറക്കമുണ്ട്. അതോടുകൂടി ഞങ്ങളുടെ പാർക്കിൻ്റെ വിശേഷം അവസാനിക്കും കൈസ്. ഡോൾഫിനിലേക്ക് ഓടിയിരിക്കുകയാണ് കൈസ്. ഡോൾഫിനല്ല, ഡക്ക്. ഡക്കിൽ കയറിയിട്ട് കറങ്ങാനുള്ള പരിപാടിയാണ് കൈസ്. ആ കയറ് പറഞ്ഞ ഡക്കിൽ കയറാണ് കൈസ്. അപ്പുറത്ത് കയറിയിരിക്കേ. ഒരാൾ അവിടെ കയറ്, ഒരാൾ ഇപ്പുറത്ത് കയറ്. അയ്യോ ഇത്ര നേരം മൂട് നനയാത്ത കാരണം പിന്നെ കുഴപ്പമില്ല. കയറ്റി വയ്ക്കുക അതിനാ. കേറാ ചേട്ടൻ എന്നിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൈസ്. ആ നന്നായി. അത് ചവിട്ടിയിട്ടാകുമ്പോൾ കയറിയിരിക്കുക. അപ്പോൾ ചെള്ളി അതിൻ്റെ വീട്ടിലാവില്ലേ. ഇനി കറങ്ങാൻ പോവാണ് ഗൈസ്. ആ ഓ ഊഞ്ഞാലാൾക്ക് പേടിയാണ് ഗൈസ് സ്പീഡിൽ. ഏയ് എന്താ സൗണ്ടൊക്കെ വരുന്നുണ്ട് ഗൈസ്.
കസാരയിൽ ഇപ്പം ഡക്കിലാണ് ഗൈസ്. ഇനി കറങ്ങുന്ന എന്തോ സൗണ്ട് ഒക്കെ വരുന്നുണ്ട് ഗൈസ്. പൊട്ടി വീഴുമെന്നറിയില്ല ഗൈസ്. തുരമ്പ് പിടിച്ചിട്ടുള്ളതാണ്. പിന്നെ പാർക്കിലൊരു ചാട്ടം വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. അബസ്മ ആ കയറ ഇത് കറങ്ങി കഴിയട്ടെ. ആ എന്നാ ചോപ്പിലേക്ക് കയറ്. ഇനി ചോപ്പ് കസാരയിൽ കറക്കാം ഗൈസ്. രണ്ടും കറക്കാൻ തന്നെ. കയറിയിരിക്കതാ. എല്ലാ കളി ഉപകരണങ്ങളും ഞങ്ങൾ തുടച്ചു കൊടുക്കും ഗൈസ്. ഒരു ഉപകരണം ഞങ്ങൾ തുടയ്ക്കാണ്ട് വിടില്ല ഗൈസ്. ആ അപ്പം ഇവിടെ പാർക്കിൽ വന്ന ചാട്ടം വന്നിട്ട് പറയാണ് അപസ്മാരം മേടിച്ച് കിടക്കാറുന്നു. എന്നിട്ട് ആളുടെ കയ്യിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് ഒക്കെ നഷ്ടപ്പെട്ടു. ആൾക്ക് അത്യാവശ്യമായിട്ട് കോഴിക്കോട് പോകണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ തരണം. അടുത്ത് വന്നപ്പോൾ തന്നെ ഭയങ്കര മദ്യത്തിൻ്റെ മണമായിരുന്നു. ഒന്നുമില്ല തരില്ല പറഞ്ഞിട്ട് പോയപ്പോൾ ആൾ നമ്മളെ ചീത്ത വിളിച്ചിട്ട് പോകണം. എന്താ ചെയ്യുക? ചീത്തൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. എവിടത്തെ ആൾക്കാരെന്നൊക്കെ ചോദിച്ചിട്ട് പോകുന്ന ആള്. ആർണസിന് സ്പീഡ് പോരാന്നാണ് പറയുന്നത് ഗൈസ്. കുറച്ച് കഴിഞ്ഞ് പേടിച്ച് പറയും ഗൈസ്. ഇത് എന്നിട്ട് നമുക്ക് സ്പീഡ് കൂട്ടിയിടാം ഗൈസ്. ആ പോയിക്കോട്ടെ. നീ കണ്ടില്ലേ? പിന്നെ സ്പീഡ് കൂട്ടിയിട്ട് ഇനി കറിയരുതിട്ടാ. തല കറങ്ങോട്ടെ കുറച്ച് കഴിഞ്ഞാ. മറ്റേല് നമുക്ക് വീഡിയോയില് ഭയങ്കര സ്പീഡാക്കാം നമുക്ക്. കൈയൊക്കെ വിരിച്ചു പിടിച്ചെങ്ങനെ? കൈ വിരിച്ചു പിടിക്കങ്ങനെ. ഇതിങ്ങനെ വിരിച്ചു പിടിക്കാം. ആൻഡ്രോസ് കൈ വിരിച്ചു പിടിച്ചോയാ. കൈ വിരിച്ചു പിടിക്കേ. ആ എന്ന് പറഞ്ഞ ആ അങ്ങനെയാണ്. ആ കുറച്ചേരം പിടിക്കാനാ. സ്പീഡ് കൂട്ടിയാ ആ എന്ന് പറഞ്ഞ കൈ പിടിച്ചിട്ട് ആ എന്ന് പറഞ്ഞിട്ട് ഒരു 4 റൗണ്ട് നല്ല സ്പീഡ് കൂട്ടുമ്പോ കറക്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ കേട്ടോ. അങ്ങനെ നിൽക്ക്. അങ്ങനെ തന്നെ ഇപ്പൊ നിൽക്കുന്നുണ്ട്. പിന്നെ പറഞ്ഞ് ജീവിക്കാൻ ആർക്കും തോന്നില്ല. ആൻഡ്രോസ് കരഞ്ഞു തുടങ്ങി ഗൈസ്. ആൻഡ്രോസിന് കറക്കം പേടിയാണ് ഗൈസ്. ഊഞ്ഞാലാണെങ്കിൽ എന്തേരം വേണമെങ്കിലും ആട്ടാം. ആ മതി. അവള് പേടിയാണ്. നീ ഒന്നും വേണ്ടെന്ന്. അന്നസിന്റെ മുഖം നോക്കൂ ഗൈസ്. അതൊക്കെ കറങ്ങടാ. ഹായ് പറയാ. ഉണ്ണി ഹായ് പറഞ്ഞ കേട്ടില്ലേ? ഹായ് കറങ്ങ. ഇഷ്ടായ ഞങ്ങൾക്ക്? ഇഷ്ടായ? ചേട്ടൻ്റെ കൂടെ ഹായ് കുറച്ചിട്ട് നിർത്തി. നല്ല ഹായ് പോയി നോക്കും. അങ്ങോട്ട് പോരാ. അർണോസ് ആകാശത്താണ് ഗൈസ്. ഭൂമിയിലേക്ക് ഇറങ്ങാൻ അറിയില്ല ഗൈസ്. ഹോട്ടലിലേക്ക് ചാടി കഴിഞ്ഞാൽ വേഗം നിലത്തെത്താം. പിന്നെ 2 മാസം വീട്ടിലും ഇരിക്കാം. ഓട്ടക്കട ചാടാത്ര. ഇത്ര ഹൈറ്റ് ഉണ്ട് ഗൈസ്. ആ നടുക്കൂടെ ചാടിക്കോ.
ഞാൻ പറഞ്ഞേ നടുക്കൂടെ കൈ പിടിച്ചിറങ്ങിപ്പോന്നു ഇതികൂടെ വെക്കോ അതിനുള്ള ധൈര്യമില്ല ഗൈസ്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഗൈസ്. അവളാ പേടിയുണ്ട്. എന്നാ കയറുമോ? ആ മതി. പതുക്കെ പൊന്തിക്ക്. പൊന്തി നിൽക്കാതെയാ. പൊന്തി നിൽക്കടാ. നീ പറയണേക്ക് പൊന്തി നിന്നാ. പൊന്തി നിൽക്ക്. നിൽക്കാനാ. നിൽക്കടാ. സ്ട്രോങ് ആയിട്ട് നിൽക്ക്. പേടിക്കാണ്ട് പൊന്തി നിൽക്കടാ. ആ ഇത്രയ്ക്കുള്ള അതാ പറഞ്ഞ പൊന്തി നിൽക്കുക. എന്നിട്ട് കൈ അയ്യോ വേണ്ട വാ ആ കയറ്. ഞാൻ പോവാട്ടോ. ആവേശം കയറിയുണ്ട് ഗൈസ്. ഇനി പതുക്കെ തൂങ്ങിയാൽ മതി. അത് തൂങ്ങി കിടക്കാൻ പറ്റും. പതുക്കെ വായോ. ആ ആ കയറിക്കോ. ഓ ഭാവിയിൽ പട്ടാളക്കാരും പട്ടാളക്കാരനും. എന്നാടാ പതുക്കെ മതി. പതുക്കെ മതി. ആവേശം ഒന്നും വേണ്ട. ഓ ആർമാസം അപ്പുറത്തേക്ക് കടന്നു ഗൈസ്. ചൻ സ്പീഡിൽ അനിയത്തിനെ വെട്ടിക്കാന്നുള്ള വാശിയിൽ അനിയത്തി ചേട്ടനെ വെട്ടിക്കാൻ അവൻ 2 കല്ലിലേക്ക് ഇറങ്ങി ഗൈസ്. പരിപാടി കഴിഞ്ഞു. ആൻഡ്രോസിന് ക്ഷീണമായി ഗൈസ്. അടുത്ത പ്രാവശ്യം അവിടെ പൊളിക്കും. കാലൊന്നും പതറിയില്ലോ. കയ്യിൽ മണ്ണായി ഗൈസ്. കുഴപ്പമില്ല. മീനിൻ്റെ ഉള്ള കുട. മീനിൻ്റെ ഉള്ള കുടല്ല യാത്ര. നമ്മുടെ ചെറുപ്പത്തിൽ നീ മീനൊന്നും ഉണ്ടായിരുന്നില്ല. പോയവരൊന്നും കാണാനില്ലല്ലോ. എവിടെയൊന്നും വായോ. അന്തസ് വായോ. ബാടി നീ വരില്ലേ? അവൻ വൃത്തിയായിട്ട് വരല്ലോ. റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുട്ടിയാണ്. ഉത്തരവാദിത്തോടെ മണ്ണൊക്കെ പൊട്ടിച്ച് കളയുന്നുണ്ട്. ഒരാൾ തൂങ്ങാൻ പോയി വെച്ചാ പേടിയാണ്. ഇപ്പൊ കാണിച്ചു തരാം. ആ തൂങ്ങിക്കോ. നോക്കട്ടെ നിന്റെ ധൈര്യം. ടണ്ടട ഓമ്പോ. ആദ്യമായിട്ട് കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. ഒരു സ്റ്റെപ്പ് വെച്ചു. ഇനി ഇപ്പുറത്തെ കൈ പിടിക്കേ. ഒന്നുകൂടി. ഒന്നുകൂടി. ഇപ്പുറത്തുനിന്ന് മതി. ഇനി ഇപ്പുറത്തുനിന്ന് പിടിക്കേ. ആ കയറ് കയറ് കയറ്. നോക്കട്ടെ. ടണ്ടടൻ നോക്കൂ ഗൈസ്. അർണോസിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. ആ ഡാടാ ഓരോന്നും പിടിക്കുക. ആദ്യം ഇവിടുന്ന് പിടിക്കാം. ഡാടാ അങ്ങനെ പോയിട്ട് എന്താ കാര്യം? ആദ്യം അത് തൂങ്ങ. ആ തൂങ്ങ. ആ ഇനി അപ്പുറത്തെ കൈ പിടിക്കേ. അപ്പുറത്തെ കൈ പിടിക്കേ. എവിടെ പിടിക്കണു? ആ തൂങ്ങടാ. തൂങ്ങണ ഒരു കാര്യം ഇപ്പൊ തൂങ്ങ്. അമ്പോ. ആ ആ അങ്ങനെ തന്നെ പോയിക്കോ. പോയിക്കോ. അമ്പോ പോയിക്കോ. പോയിക്കോ. പറ്റും. പറ്റൂടാ. ആ പറ്റും. ആ 2.5 കിലോ. 2.5 കിലോ. 2.5 ചെയ്ത് കഴിഞ്ഞാൽ പിന്നാണ്. ഓ മൈ ഗോഡ്.
അത് കുഴപ്പമില്ല. ആൻഡ്രോസ് കൊണ്ടിട്ടോ എന്തിനാന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ കാണാം. അല്ല നോക്കട്ടെ, അവൾ പരിശ്രമിക്കട്ടെ. സ്റ്റെപ്പോടി പൊന്തിക്ക് പൊന്ത് കയറ്. അപ്പം ഇങ്ങോട്ട് ഇറങ്ങിക്കോ. പതുക്കെ ഇറങ്ങ. ആൻഡ്രോസ് പരിശ്രമം ഉപേക്ഷിച്ചു. ആൻഡ്രോസ് വീണ്ടും ആരംഭിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഒഴിവാക്കിയിട്ടുണ്ട്. പോട്ടെ. പിടിക്ക. അടുത്തേക്ക് പോടാ. അടുത്തേക്ക് പോടാ. അടുത്തേക്ക് പോടാ. കഴിയാറായി. പോയി ഗൈസ്. ഇതുവരെ ഞങ്ങള് ഒരെണ്ണം പോലും ചാടാറില്ല. ഇപ്പോൾ ഒരെണ്ണത്തിൽ 3 വേണ്ടി ബാക്കി ഉണ്ടായിരുന്നല്ലോ. അടുത്ത പ്രാവശ്യം ഞങ്ങൾ വെട്ടിക്കും ഗൈസ്. ആൻഡ്രോസോടെ കമ്പിമട കയറുന്നത് വലിയ പരീക്ഷണങ്ങളാണ്. ഇതുമാണ് കുത്തികൾ. ഇതിനകത്തെ കുറച്ച് സാധനങ്ങളൊക്കെ പോയി ഗൈസ്. ഇറങ്ങിക്കോ. കഴിഞ്ഞു ഗൈസ്. അങ്ങടാ അമ്പോ കയറുന്നെങ്ക പറ്റും. ഇനി മുകളിലത്തെ കമ്പി പിടിച്ചോ. ഞാൻ സൈഡിലേക്ക് പോ. സൈഡിലേക്ക് വലത്തെ സൈഡിലേക്ക് പോ. അല്ല അങ്ങോട്ട് പോട്ടെ. കമ്പി മോളെ ഇറങ്ങിക്കോ. ഇനി സൈഡിൽ പിടിക്കേ. ആൻഡ്രോസ് ഇങ്ങോട്ട് പോരാ. ഇറങ്ങിക്കോ. ഡോൾഫിനെ അട്ടിട്ട് പോയേക്ക്. ഇത് സീസോ അല്ലടാ. ഇത് സീസോ തന്നെയാണ്. ഒരാളിന്ന് നാട്ടണം മാത്രം. പിടിച്ചിരിക്കടാ. ഇതാണില്ലല്ലോ. പാമ്പ് കുട്ടി വലിയ ആൽമരത്തിന് ദുരന്ത എന്തിട്ടാന്ന് ആൽമരത്തിന്റെ ആൽമരത്തിന്റെ പേരെന്താ? ആലി. ഇന്ത്യ റബ്ബറാന്ന്. ഇതാ ആലല്ലേട്ടാ. ചേട്ടത് ആലല്ലാന്ന്, റബ്ബറാന്ന്. ഇങ്ങനത്തെ റബ്ബർ ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇന്ത്യൻ റബ്ബർ മരുന്ന്. ഇംഗ്ലീഷിലും മലയാളത്തിലും അതന്നെ പേര്. അപ്പം അത് റബ്ബറാവില്ലേ? റബ്ബർ എന്തിങ്ങനെ? ഇതാലല്ലേട്ടാ. എൻ്റെ അല്ലല്ലോ ഇത്. കണ്ട ചീടിന്റെ കടച്ചിട്ട് കണ്ട. കാണാൻ പറ്റിയില്ല. കേട്ടാ മതി. അണ്ണാനൊക്കെ ഉണ്ടിട്ടാ. അണ്ണാണ്ടാവില്ല. അണ്ണാണ്ടാവും. കഴിഞ്ഞടാ പോവാ. അവസാനിപ്പിച്ചിട്ട് പോവാം. വാടാ.
ബായ് പറഞ്ഞിട്ട് പോവാം. അഡ്രസ് പറ. സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.